HSC ഈ വിദ്യാലയത്തിൻ്റെ ബോട്ടണി ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. ഓർഗാനിസംസ് ആൻഡ് പോപ്പുലേഷൻസ് എന്ന പാഠത്തിലെ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഈ ക്ലാസ്സിൽ വിശദീകരിക്കുന്നത്. ബയോളജിയിലെ 10ാം അധ്യായമായ ഇക്കോളജിയിലാണ് ഈ പാഠം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. Now, let us see what is ecology. Ecology is the branch of biology that deals with the study of interactions among organisms and between the organisms and with their environment. ജീവികൾക്കുള്ളിലും ജീവികൾ തമ്മിലും ജീവികളും അവയുടെ ചുറ്റുപാടുകളും തമ്മിലും നടക്കുന്ന ഇടപെടലുകളെക്കുറിച്ച് അഥവാ ഇൻ്ററാക്ഷൻസ് ഇവയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഇക്കോളജി. പഠിക്കാനുള്ള സൗകര്യത്തിനായി ഇക്കോളജിയിൽ പ്രധാനമായും 4 തലത്തിലുള്ള ജൈവിക ഘടനകളെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇക്കോളജി ഈസ് ബേസിക്കലി കൺസേൺഡ് വിത്ത് 4 levels of biological organizations. ഒന്നാമത്തേത് ഓർഗാനിസംസ്. ഇറ്റ് ഈസ് ദ ഇൻഡിവിജ്വൽ ലെവൽ ലിവിങ് കോമ്പണൻറ്റ് ഓഫ് എക്കോസിസ്റ്റം. അതായത് എക്കോസിസ്റ്റത്തിലെ വ്യക്തിതലത്തിൽ വരുന്ന എല്ലാ ജീവികളെയും എക്കോളജിയിൽ പഠിക്കുന്നു. പോപ്പുലേഷൻസ്, group of individuals of same species living in a common area at a particular time. അതായത് ഒരുമിച്ച് ഒരേ സ്ഥലത്ത് താമസിക്കുന്ന ഒരേ ജാതിയിൽ അല്ലെങ്കിൽ വർഗത്തിൽ പെടുന്ന ജീവികളുടെ ഒരു ഗ്രൂപ്പിനെ പോപ്പുലേഷൻസ് എന്ന് പറയാം. കമ്മ്യൂണിറ്റീസ്, അസംബ്ലേജ് ഓഫ് ഡിഫറെൻറ്റ് പോപ്പുലേഷൻസ്. അതായത് എല്ലാ അല്ലെങ്കിൽ വ്യത്യസ്ത പോപ്പുലേഷനുകളുടെ ഒരു കൂട്ടം. ഒരു ഏരിയയിൽ വിവിധ ബാക്ടീരിയകളുടെയും ഫംഗസുകളുടെയും മറ്റ് ചെടികളുടെയും ജന്തുക്കളുടെയും എല്ലാം പോപ്പുലേഷനുകൾ കാണപ്പെടാറുണ്ടല്ലോ. ഇത്തരത്തിൽ ഇങ്ങനെ വിവിധ പോപ്പുലേഷനുകളുടെ ഒരു അസംബ്ലേജിനെ, ഒരു കൂട്ടത്തെ അല്ലെങ്കിൽ ഒരു വ്യവസ്ഥയെ നമുക്ക് കമ്മ്യൂണിറ്റീസ് എന്ന് വിളിക്കാം. ബയോംസ്, ലാർജ് റീജിയണൽ ഏരിയ ക്യാരക്ടറൈസ്ഡ് ബൈ എ മേജർ ടൈപ്പ് ഓഫ് വെജിറ്റേഷൻ. ഒരു പ്രത്യേകതരം ചെടികൾ ധാരാളമായി കാണപ്പെടുന്ന വലിയ ഭൂപ്രദേശങ്ങളാണ് ബയോമുകൾ. ഉദാഹരണത്തിന് റെയിൻ ഫോറസ്റ്റ് മഴക്കാടുകൾ, ഡെസേർട്സ് മരുഭൂമികൾ, ഡെസിഡുവസ് ഫോറസ്റ്റ് ഇലപൊഴിക്കും വനങ്ങൾ തുടങ്ങിയവയ്ക്ക് ബയോമുകൾക്ക് ഉദാഹരണമാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയുമായിരിക്കും, എല്ലാ ജീവികളും അവയുടേതായ വ്യത്യസ്ത ആവാസ വ്യവസ്ഥകളിലാണ് ജീവിക്കുന്നത് എന്ന്, അല്ലേ? ജീവികളെ അവയുടെ വ്യത്യസ്ത ആവാസ വ്യവസ്ഥകളിൽ സുഖകരമായി ജീവിക്കാനും പ്രത്യുൽപാദനം നടത്തുവാനും സഹായിക്കുന്നത് അവയിൽ പ്രത്യേകമായി കാണപ്പെടുന്ന സ്വഭാവ സവിശേഷതകളാണ്. ഇത്തരം സവിശേഷതകളെയാണ് അനുകൂലനങ്ങൾ അല്ലെങ്കിൽ അഡാപ്റ്റേഷൻസ് എന്ന് വിളിക്കുന്നത്. സോ വാട്ട് ആർ അഡാപ്റ്റേഷൻസ്? എനി മോർഫോളജിക്കൽ, ഫിസിയോളജിക്കൽ and behavioral features of an organism that enables it to survive and reproduce in its habitat is called adaptation. Now let us examine some examples for adaptations. ആദ്യമായി adaptations in desert plants. മരുഭൂമിയിൽ വളരുന്ന ചെടികൾ ജലനഷ്ടം കുറയ്ക്കാനായി പ്രത്യേക സ്വഭാവ സവിശേഷതകൾ കാണിക്കുന്നു. ഒന്നാമത്തേത്, അവയ്ക്ക് തിക്ക് ക്യൂട്ടിക്കിൾ ഓൺ ലീഫ് സർഫേസ്. അവയുടെ
ഇലകളുടെ പ്രതലത്തിൽ കട്ടിയുള്ള ക്യൂട്ടിക്കിൾ അല്ലെങ്കിൽ ആവരണം കാണപ്പെടുന്നു. ഇത് ജലനഷ്ടം തടയുന്നു. അതുപോലെ സങ്കൺ സ്റ്റൊമാറ്റ, അവയുടെ സ്റ്റൊമാറ്റ എപ്പിഡെർമിസിൽ നിന്നും അകത്തേക്ക് കുഴിഞ്ഞിരിക്കുന്നു. ഇതും ഇവയെ ജലനഷ്ടം തടയാൻ സഹായിക്കുന്നു. ട്രാൻസ്പിരേഷൻ വഴി ജലം നഷ്ടപ്പെടുന്നത് കുറയ്ക്കുന്നു. ലീവ്സ് മോഡിഫൈഡ് ഇൻ ടു സ്പൈൻസ്, ഇലകൾ വളരെ പരന്ന് ഇരിക്കാതെ മോഡിഫൈ ചെയ്ത് മുള്ളുകൾ പോലെ രൂപാന്തരം പ്രാപിച്ചിരിക്കുന്നു. ചിത്രത്തിൽ കാണുന്നത് അവയുടെ സ്റ്റെം അല്ലെങ്കിൽ തണ്ട് ഇലകൾ പോലെ ആയി മാറുകയും ഇലകൾ മുള്ളുകൾ പോലെ ആയി മാറുകയും ചെയ്തിരിക്കുന്നതാണ്. നാലാമത്തത് CAM പാത്വേ അല്ലെങ്കിൽ CAM പാത്വേ ഫോർ ഫോട്ടോസിന്തസിസ്. CAM പാത്വേ എന്ന് പറഞ്ഞാൽ പകൽ മുഴുവൻ സ്റ്റൊമാറ്റ അടഞ്ഞിരിക്കുകയും രാത്രികാലങ്ങളിൽ മാത്രം സ്റ്റൊമാറ്റ തുറന്ന് പ്രകാശ സംശ്ലേഷണത്തിന് വേണ്ട കാർബൺ ഡൈ ഓക്സൈഡ് അകത്തേക്ക് എടുക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ചെടികൾ, ഇലകൾ അല്ലെങ്കിൽ സ്റ്റൊമാറ്റ പകൽ അടഞ്ഞിരിക്കുകയും അതുവഴി ജലനഷ്ടം കുറയ്ക്കുകയും ചെയ്യുന്നു. രാത്രികാലങ്ങളിൽ കാർബൺ ഡൈ ഓക്സൈഡ് അകത്തേക്ക് എടുത്ത് പ്രകാശ സംശ്ലേഷണം ചെയ്യുന്നതാണ് ഇത്തരം ചെടികളിൽ കാണപ്പെടുന്ന ഫോട്ടോസിന്തസിസ് രീതി. കാക്ടസ് കുടുംബത്തിൽപ്പെടുന്ന ഒപ്പൻഷ്യ പോലുള്ള ചെടികളിലാണ് ഇത്തരത്തിൽ അനുകൂലനങ്ങൾ കാണപ്പെടുന്നത്. Now let us look the adaptations in desert animals. മരുഭൂമിയിലെ മൃഗങ്ങളിൽ കാണപ്പെടുന്ന വ്യത്യസ്ത അനുകൂലനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവയിൽ ഏറ്റവും കൗതുകകരമായത് കങ്കാരു എലികളുടേതാണ്. കങ്കാരു എലികൾ ഒരിക്കലും വെള്ളം കുടിക്കുകയില്ല. കങ്കാരു റാറ്റ് നെവർ ഡ്രിങ്ക് വാട്ടർ. എങ്ങനെയാണ് ഇവ മരുഭൂമിയിൽ വെള്ളം കുടിക്കാതെ ജീവിക്കുന്നത് എന്ന് നോക്കാം. The major adaptations in kangaroo rat are 1. The water requirement is by internal fat oxidation. അതായത് അവയുടെ ശരീരത്തിൽ കൊഴുപ്പിൻ്റെ ദഹനം നടക്കുമ്പോൾ അവയിൽ ബാക്കിയായി ഉണ്ടാകുന്ന വെള്ളം അഥവാ ബൈ പ്രൊഡക്റ്റ്, ഈ വെള്ളമാണ് അവ മറ്റു കാര്യങ്ങൾക്കായി ഉപയോഗപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ ജലത്തിൻ്റെ അളവ് വളരെ കുറഞ്ഞ കോൺസെൻട്രേറ്റ് ആയ യൂറിനാണ് ഇവ ശരീരത്തിൽ നിന്നും പുറന്തള്ളുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് കങ്കാരു റാറ്റ് വെള്ളം കുടിക്കാതെ ജീവിക്കുന്നത്. അതുപോലെ മരുഭൂമികളിൽ ജീവിക്കുന്ന മൃഗങ്ങൾ പലപ്പോഴും മാളങ്ങളിലോ അല്ലെങ്കിൽ കുഴികളിലോ ഒളിച്ചിരിക്കുകയും പകൽ സമയത്ത് ഭക്ഷണം തേടാൻ പുറത്തു പോകാതെ ജീവിക്കുകയും ചെയ്യുന്നു. അവ പലപ്പോഴും രാത്രി കാലങ്ങളിലാണ് പുറത്തിറങ്ങി ആക്റ്റീവായി ഇര പിടിക്കുകയും മറ്റും ചെയ്യുന്നത്. അടുത്തതായി ധ്രുവപ്രദേശങ്ങളിലെ ജീവികളിൽ കാണപ്പെടുന്ന അനുകൂലനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അഡാപ്റ്റേഷൻസ് ഇൻ പോളാർ റീജിയൻസ്. Mammals of cold region have shorter ears and limbs to minimize heat loss. ധ്രുവപ്രദേശങ്ങളിലും തണുത്ത കാലാവസ്ഥകളുള്ള രാജ്യങ്ങളിലും ജീവിക്കുന്ന ജീവികളുടെ, പ്രത്യേകിച്ചും സസ്തനികളിൽ ചെവി, കൈകാലുകൾ, വാല്, മൂക്ക് തുടങ്ങിയവയെല്ലാം വളരെ ചെറുതായി കാണപ്പെടുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശരീരത്തിൽ നിന്നും ചൂട് നഷ്ടപ്പെടുന്നത് കുറയ്ക്കാനായി ഇവയിൽ കാണപ്പെടുന്ന സവിശേഷതകളാണ് ഇത്. അലൻസ് റൂൾ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അലൻ എന്ന ശാസ്ത്രജ്ഞൻ ആദ്യമായി ഇതിൽ ഒരു നിരീക്ഷണം നടത്തിയത് കൊണ്ടാണ് ഇത്തരത്തിൽ അലൻസ് റൂൾ എന്ന് പറയുന്നത്. ഇത്തരം ജീവികളിൽ ശരീരത്തിൻ്റെ ഉപരിതല വിസ്തീർണം കുറയ്ക്കുന്നത് വഴി ചൂട് നഷ്ടപ്പെടുന്നത് തടയാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ കൈകാലുകളും ചെവികളും മറ്റും ചെറുതായി
കാണപ്പെടുന്നത്. അതുപോലെ ജലസസ്തനികളായ സീൽ, ഇവ തണുത്തുറഞ്ഞ പ്രദേശങ്ങളിലാണ് ജീവിക്കുന്നത്. ഇവിടെ ജീവിക്കാനായി ഇവയെ സഹായിക്കുന്നത് അവയുടെ തൊലിയുടെ അടിയിൽ കാണപ്പെടുന്ന കട്ടിയുള്ള കൊഴുപ്പ് പാളികളാണ്. ബ്ലബ്ബർ എന്നറിയപ്പെടുന്ന ഈ കൊഴുപ്പ് പാളികൾ ഒരു ഇൻസുലേറ്റർ പോലെ പ്രവർത്തിച്ച് ചൂട് ശരീരത്തിൽ നിന്നും നഷ്ടപ്പെടുന്നത് കുറയ്ക്കുന്നു. സീൽസ് ഹാവ് എ തിക്ക് ലെയർ ഓഫ് ഫാറ്റ് കോൾഡ് ബ്ലബ്ബർ below the skin that acts as insulator and it prevents heat loss. അടുത്തത്, lizards of cold desert keep their body temperature constant by basking in the sun. It's a behavioral adaptation. തണുത്ത മരുഭൂമികളിൽ കാണപ്പെടുന്ന പല്ലികളിൽ ഒരു സ്വഭാവപരമായ അഡാപ്റ്റേഷൻ ഉണ്ടാകുന്നു. അവ സൂര്യപ്രകാശം ലഭിക്കുമ്പോൾ വെയിൽ കാഞ്ഞ് ശരീരത്തിന് വേണ്ട ടെമ്പറേച്ചർ നിലനിർത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഒരു ബിഹേവിയറൽ അഡാപ്റ്റേഷനായിട്ട് പറയുന്നത്. Now let us see what are the adaptations in people living in higher altitude areas. വളരെ ഉയർന്ന പ്രദേശങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യരിൽ കാണപ്പെടുന്ന സവിശേഷതകൾ എന്തൊക്കെയാണ്? At high altitude places like Rohtang Pass, Manasarovar etc., people suffer from altitude sickness. തലകറക്കം, ഛർദി, ക്ഷീണം, അതുപോലെ അമിതമായ ഹൃദയമിടിപ്പ് തുടങ്ങിയവയാണ് ആൾട്ടിറ്റ്യൂഡ് സിക്നസ് എന്ന് അറിയപ്പെടുന്നത്. ഇത് വളരെ ഉയർന്ന പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആളുകളിൽ കാണപ്പെടുന്ന സിംറ്റംസ് ആണ്. And this is because at low atmospheric pressure of our higher altitudes, body does not get enough oxygen. വേണ്ടത്ര ഓക്സിജൻ ലഭിക്കാതെ പോകുന്നതിനാലാണ് ഇത്തരത്തിൽ ഛർദി, ക്ഷീണം, അമിതമായ ഹൃദയമിടിപ്പ് തുടങ്ങിയവ ആളുകളിൽ, ഇത്തരത്തിൽ ഉയർന്ന പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആളുകളിൽ കാണപ്പെടുന്നത്. ക്രമേണ അവിടെ ജീവിക്കുന്ന ആളുകളിൽ ശരീരം ഇതിനോട് അക്ലിമറ്റൈസ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ ശരീരത്തെ ലോ ഓക്സിജൻ സ്ട്രെസ് അഥവാ ഓക്സിജൻ കുറഞ്ഞു പോകുന്ന പ്രയാസങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ ജീവിക്കുന്ന ആളുകളിൽ പ്രത്യേക അനുകൂലനങ്ങൾ അല്ലെങ്കിൽ സ്വഭാവ സവിശേഷതകൾ കാണപ്പെടുന്നു. ഇങ്ങനെ ശരീരം നടത്തുന്ന ചില ക്രമീകരണങ്ങൾ വഴിയാണ് ശരീരത്തിന് ഓക്സിജൻ കുറഞ്ഞ സാഹചര്യത്തോട് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ കഴിയുന്നത്. ഇതിനെയാണ് അക്ലിമറ്റൈസേഷൻ എന്ന് പറയുന്നത്. ഇതിനായി ശരീരം RBC ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നു. ഒന്നാമത്തത് ഇൻക്രീസിങ് റെഡ് ബ്ലഡ് സെൽ പ്രൊഡക്ഷൻസ്. അതുപോലെ ഡിക്രീസിങ് ദ ബൈൻഡിങ് അഫിനിറ്റി ഓഫ് ഹീമോഗ്ലോബിൻ. ഓക്സിജന് ഹീമോഗ്ലോബിനോടുള്ള ബൈൻഡിങ് അഫിനിറ്റി കുറച്ച് കോശങ്ങൾക്ക് പെട്ടെന്ന് ഓക്സിജന് റിലീസ് ചെയ്ത് നൽകുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ശ്വസന നിരക്ക് വർദ്ധിപ്പിച്ച് കൂടുതൽ ഓക്സിജൻ ശരീരത്തിലേക്ക് എത്തിക്കാനും ശരീരം ശ്രമിക്കുന്നു. ഇൻക്രീസിങ് ദ ബ്രീത്തിങ് റേറ്റ് ഈസ് അനദർ അഡാപ്റ്റേഷൻ ഇൻ ഹൈ ആൾട്ടിറ്റ്യൂഡ് ലിവിങ് മാൻ. പോപ്പുലേഷൻ എക്കോസിസ്റ്റത്തിലെ രണ്ടാമത്തെ ലെവൽ ഓഫ് ബയോളജിക്കൽ ഓർഗനൈസേഷനാണ് പോപ്പുലേഷൻ. ഇൻട്രൊഡക്ഷനിൽ പോപ്പുലേഷൻ എന്താണെന്ന് പറഞ്ഞിരുന്നു, ഓർക്കുന്നുണ്ടോ? വാട്ട് ഈസ് പോപ്പുലേഷൻ? പോപ്പുലേഷൻ ഈസ് എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ഓഫ് സെയിം സ്പീഷീസ് ലിവിങ് ഇൻ എ കോമൺ ഏരിയ അറ്റ് എ പർട്ടിക്കുലർ ടൈം പീരീഡ്. ഒരു പോപ്പുലേഷനിലെ ജീവികൾ ഒരേ തരം റിസോഴ്സുകൾ ഉപയോഗപ്പെടുത്തി ജീവിക്കുന്നവയാണ്. കൂടാതെ അവ തമ്മിൽ വർഗസങ്കരണം നടത്താൻ കഴിയുന്നവയുമാണ്. Individuals of a population live in a well-defined geographical area. They share or compete for similar resources and are potentially interbreeding. ഒരു പോപ്പുലേഷൻ്റെ പ്രത്യേകതകൾ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് പോപ്പുലേഷൻ അട്രിബ്യൂട്ട്സ് എന്നാണ് പറയുന്നത്. ഒന്നാമതായി ബർത്ത് റേറ്റ്
ആൻഡ് ഡെത്ത് റേറ്റ്. ജനന നിരക്ക് അല്ലെങ്കിൽ മരണനിരക്ക്. ഇത് ഓരോ ടൈം പീരീഡിലും മാറിക്കൊണ്ടിരിക്കുന്നു. പെർ ക്യാപിറ്റ ബർത്ത് ഓർ പെർ ക്യാപിറ്റ ഡെത്ത് ഇൻ എ പോപ്പുലേഷൻ ഇസ് കോൾഡ് ബർത്ത് റേറ്റ് ഓർ ഡെത്ത് റേറ്റ്. സെക്സ് റേഷ്യോ, രണ്ടാമത്തെ പോപ്പുലേഷൻ ആട്രിബ്യൂട്ടാണ് സെക്സ് റേഷ്യോ, ഒരു പോപ്പുലേഷനിലെ സ്ത്രീ പുരുഷ അനുപാതം. ഏജ് ഡിസ്ട്രിബ്യൂഷൻ. ഏജ് ഡിസ്ട്രിബ്യൂഷൻ എന്നാൽ ഒരു പ്രത്യേക കാലയളവിൽ ഒരു പോപ്പുലേഷനിലെ വ്യത്യസ്ത പ്രായത്തിൽപ്പെട്ട വ്യക്തികളുടെ വിവരങ്ങളാണ്. ഒരു പോപ്പുലേഷനിൽ ഒരു ഗിവൺ ടൈം പീരീഡിൽ വ്യത്യസ്ത ഏജ് ഗ്രൂപ്പിൽപ്പെട്ട വ്യക്തികൾ കാണപ്പെടുന്നു. അതായത് റീപ്രൊഡക്റ്റീവ് കാലഘട്ടത്തെ അല്ലെങ്കിൽ പ്രത്യുൽപാദന കാലഘട്ടത്തെ അനുസരിച്ച് 3 ഗ്രൂപ്പുകളിലായിട്ടാണ് ഇത്തരത്തിൽ ജീവികളെ തരംതിരിച്ചിരിക്കുന്നത്. ഒന്നാമത്തേത് പ്രീ റീപ്രൊഡക്റ്റീവ് ഇൻഡിവിജ്വൽസ് അഥവാ കുഞ്ഞുങ്ങൾ. രണ്ടാമത്തേത് റീപ്രൊഡക്റ്റീവ് ഇൻഡിവിജ്വൽസ്, പ്രായപൂർത്തിയായി റീപ്രൊഡക്റ്റീവ് കാലഘട്ടത്തിലേക്ക് പ്രവേശിച്ചവർ. മൂന്നാമത്തേത് പോസ്റ്റ് റീപ്രൊഡക്റ്റീവ് ഇൻഡിവിജ്വൽസ് അഥവാ റീപ്രൊഡക്ഷൻ പ്രത്യുൽപാദനം നിലയ്ക്കുകയും പ്രായമാവുകയും ചെയ്ത ആളുകൾ. ഇത്തരത്തിലുള്ള 3 ഗ്രൂപ്പിലാണ് ഏജ് ഡിസ്ട്രിബ്യൂഷനിലെ ജീവികളെ തരംതിരിച്ചിരിക്കുന്നത്. നാലാമത്തേത് പോപ്പുലേഷൻ സൈസ് അഥവാ പോപ്പുലേഷൻ ഡെൻസിറ്റി. ഇതിൽ ഏജ് ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് വിശദമായി പരിശോധിക്കാം. ഏജ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഏജ് പിരമിഡ്സ്. A population at a given time is composed of individuals of different ages, pre-reproductive individuals, reproductive individuals, and post-reproductive individuals. And this is called age distribution. Age pyramids are a graphic representation of age groups of a population. ഒരു ഏജ് ഡിസ്ട്രിബ്യൂഷനെ ഗ്രാഫിക് രൂപത്തിൽ റെപ്രസെൻ്റ് ചെയ്യുന്നതിനെയാണ് ഏജ് പിരമിഡുകൾ എന്ന് പറയുന്നത്. ആൻഡ് ദ ഏജ് പിരമിഡ്സ് ജനറലി ഷോസ് ഏജ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മെയിൽസ് ആൻഡ് ഫീമെയിൽസ് ഇൻ എ കമ്പൈൻഡ് ഡയഗ്രാം. ചിത്രം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം, പ്രീ റീപ്രൊഡക്റ്റീവ് ഇൻഡിവിജ്വൽസ് താഴെ പിരമിഡിൻ്റെ താഴെയായിട്ടും റീപ്രൊഡക്റ്റീവ് ഇൻഡിവിജ്വൽസ് പിരമിഡിൻ്റെ മധ്യഭാഗത്തായിട്ടും പോസ്റ്റ് റീപ്രൊഡക്റ്റീവ് ഇൻഡിവിജ്വൽസ് പിരമിഡിൻ്റെ മുകൾ ഭാഗത്തായിട്ടും ആണ് റെപ്രസെൻ്റ് ചെയ്തിട്ട് ഉണ്ടാവുക. ഇത്തരത്തിൽ 3 രീതിയിലുള്ള അല്ലെങ്കിൽ 3 ടൈപ്പ് ഏജ് പിരമിഡുകളാണ് എക്സ്പാൻഡിങ് ഏജ് പിരമിഡ്, സ്റ്റേബിൾ ഏജ് പിരമിഡ് ആൻഡ് ഡിക്ലൈനിങ് ഏജ് പിരമിഡ്സ്. The shape of pyramids reflects the growth status of the population, that is whether it is expanding or stable or declining. ഏജ് പിരമിഡിൻ്റെ ഷേപ്പ് ശ്രദ്ധിച്ചാൽ ആ പോപ്പുലേഷൻ എക്സ്പാൻഡിങ് അഥവാ വളർന്ന് വികസിച്ച് വരുന്ന ഒരു പോപ്പുലേഷനാണോ, അല്ലെങ്കിൽ സ്റ്റേബിൾ അഥവാ മാറ്റമൊന്നുമില്ലാതെ തുടരുന്ന ഒരു പോപ്പുലേഷനാണോ, അല്ലെങ്കിൽ ഡിക്ലൈനിങ് അഥവാ ജീവികൾക്ക് നാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പോപ്പുലേഷനാണോ എന്ന് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാം. ഒരു എക്സ്പാൻഡിങ് പോപ്പുലേഷനിൽ ഏജ് പിരമിഡ് ത്രികോണാകൃതിയിലായിരിക്കും, ട്രയാങ്കുലാർ. എക്സ്പാൻഡിങ് പോപ്പുലേഷനിൽ ഏജ് പിരമിഡ് ഈസ് ട്രയാങ്കുലാർ ഷേപ്ഡ്. സ്റ്റേബിൾ പോപ്പുലേഷൻ്റെ ഏജ് പിരമിഡ് ബെൽ ഷേപ്ഡ് ആയിരിക്കും. അതുപോലെ ഡിക്ലൈനിങ് പോപ്പുലേഷൻ്റെ ഏജ് പിരമിഡ് ഒരു കുടത്തിൻ്റെ ആകൃതിയിൽ ആയിരിക്കും. ഇതിന് കാരണം ഒരു എക്സ്പാൻഡിങ് പോപ്പുലേഷനിൽ കുഞ്ഞുങ്ങളുടെ എണ്ണം താരതമ്യേന വളരെ അധികമായിരിക്കും. ചിത്രം ശ്രദ്ധിച്ച് നോക്കിയാൽ എക്സ്പാൻഡിങ് പോപ്പുലേഷൻ്റെ ബേസ് അടിഭാഗത്തായിട്ട് കാണുന്ന പ്രീ റീപ്രൊഡക്റ്റീവ് ഇൻഡിവിജ്വൽസിൻ്റെ എണ്ണം കൂടുതലായിരിക്കും. അതുപോലെ തന്നെ റീപ്രൊഡക്റ്റീവ് ഇൻഡിവിജ്വൽസും കൂടുതൽ തന്നെ ആയിരിക്കും. ഈ എക്സ്പാൻഡിങ് പോപ്പുലേഷനിൽ പ്രായമായവരുടെ എണ്ണം അഥവാ പോസ്റ്റ് റീപ്രൊഡക്റ്റീവ് ഇൻഡിവിജ്വൽസിൻ്റെ എണ്ണം വളരെ കുറവായിരിക്കും. അതുകൊണ്ടാണ് ഈ പോപ്പുലേഷൻ എക്സ്പാൻഡിങ് പോപ്പുലേഷൻ ആണ് എന്ന് പറയുകയും ഈ ത്രികോണാകൃതിയിൽ കാണപ്പെടുകയും ചെയ്യുന്നത്.
എന്നാൽ സ്റ്റേബിൾ പോപ്പുലേഷനിൽ ആദ്യ 2 ഗ്രൂപ്പുകളും ഏറെക്കുറെ തുല്യവും കൂടുതലും ആയിരിക്കും. പ്രായമായവർ താരതമ്യേന കുറവായിരിക്കും. ഇത്തരത്തിൽ പ്രീ റീപ്രൊഡക്റ്റീവ് ഇൻഡിവിജ്വൽസും കൂടുതലായി കാണപ്പെടുന്നത് കൊണ്ടാണ് ഈ പോപ്പുലേഷൻ സ്റ്റേബിൾ പോപ്പുലേഷൻ ആണ് എന്ന് പറയുന്നത്. എന്നാൽ ഡിക്ലൈനിങ് അല്ലെങ്കിൽ ഡിമിനിഷിംഗ് പോപ്പുലേഷനിൽ പ്രീ റീപ്രൊഡക്റ്റീവ് സ്റ്റേജിൽ അഥവാ കുഞ്ഞുങ്ങളുടെ എണ്ണം പ്രീ റീപ്രൊഡക്റ്റീവ് സ്റ്റേജിൽ ഉള്ളവർ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളായിട്ട് ഇരിക്കുന്ന ജീവികളുടെ എണ്ണം വളരെ കുറവും പ്രായമായവർ കൂടുതലും ആയിരിക്കും. പോസ്റ്റ് റീപ്രൊഡക്റ്റീവ് പീരീഡിലേക്ക് പ്രവേശിച്ച ജീവികളായിരിക്കും കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അതിനാൽ തന്നെ ഈ പോപ്പുലേഷൻ ക്രമേണ നശിച്ചു പോകുവാനാണ് സാധ്യത. അതുകൊണ്ടാണ് ഇത് ഡിമിനിഷിംഗ് പോപ്പുലേഷനാണ് എന്ന് പറയുന്നത്. കൂടാതെ അതിൻ്റെ ഷേപ്പ് ശ്രദ്ധിച്ചാൽ ബേസ് ഭാഗം അടിഭാഗം വളരെ നാരോ ആയിരിക്കും. അതുകൊണ്ട് ഇതൊരു കുടത്തിൻ്റെ ആകൃതിയിലാണ് കാണപ്പെടുന്നത്. Now let us see what is population density. Population density അഥവാ ജനസാന്ദ്രത. Population density is the total number of individuals of a species per unit area at a given time. Example, 50 coconut trees per hectare, 100 grass plants per square meter, etc. ഒരു യൂണിറ്റ് ഏരിയയിൽ ഒരു യൂണിറ്റ് ടൈം പീരീഡിൽ കാണപ്പെടുന്ന ഒരേ ജീവിവർഗത്തിൽപ്പെട്ട ജീവികളുടെ ആകെ മൊത്തം എണ്ണമാണ് പോപ്പുലേഷൻ ഡെൻസിറ്റി. പലപ്പോഴും ഇത്തരത്തിൽ ഒരു പ്രത്യേക സമയത്ത് ഒരു പ്രത്യേക പ്രദേശത്തെ ജീവികളെ മുഴുവനായും എണ്ണി തിട്ടപ്പെടുത്തുക എന്നത് ശ്രമകരവും അർത്ഥശൂന്യവുമാണ്. അതുകൊണ്ട് തന്നെ in many cases to determine absolute population density is time consuming or meaningless, and such cases relative population density is used. Example, calculation of population density in a pond or number of tigers in a forest, etc. ആപേക്ഷിക ജനസാന്ദ്രത കണ്ടുപിടിക്കുന്നതാണ് താരതമ്യേന എളുപ്പം. ഉദാഹരണത്തിന്, ഒരു തവണത്തെ ട്രാപ്പിൽ പിടിച്ചെടുത്ത മത്സ്യങ്ങളുടെ എണ്ണം, ഒരു പ്രത്യേക ചുറ്റളവിൽ കണ്ടെത്തിയ കടുവകളുടെ കാൽപ്പാടുകളുടെയോ കാഷ്ടത്തിൻ്റെയോ എണ്ണം തുടങ്ങിയവയെല്ലാം ഇത്തരത്തിൽ ആപേക്ഷിക സാന്ദ്രത കണ്ടെത്താൻ, ആ പോപ്പുലേഷൻ്റെ ആപേക്ഷിക സാന്ദ്രത കണ്ടെത്താൻ നമ്മളെ സഹായിക്കുന്നു. ഇനി ഇത്രയും ഭാഗത്തു നിന്നും ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത്, ഗിവ് ദ അഡാപ്റ്റേഷൻസ് ഓഫ് കാക്ടസ് പ്ലാന്റ്സ് ഇൻ ഡെസേർട്ട്. മരുഭൂമിയിലെ ചെടികളുടെ അഡാപ്റ്റേഷനുകൾ എന്തൊക്കെയാണെന്ന് സാധാരണയായി പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അതുപോലെ കങ്കാരു റാറ്റിൽ കാണപ്പെടുന്ന അഡാപ്റ്റേഷൻസ്. കങ്കാരു റാറ്റ് മരുഭൂമിയിൽ വെള്ളം കുടിക്കാതെ ജീവിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. പോളാർ റീജിയനുകളിൽ സീലുകൾ ജീവിക്കാൻ അവയെ സഹായിക്കുന്നത്, ബ്ലബ്ബർ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൊഴുപ്പ് പാളികൾ, അതെങ്ങനെ സഹായിക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കി വയ്ക്കുക. ഹയർ ആൾട്ടിറ്റ്യൂഡിൽ ജീവിക്കുന്ന ഹ്യൂമൻ ബീയിങ്സിൽ കാണപ്പെടുന്ന അഡാപ്റ്റേഷനുകൾ എന്തൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ വാട്ട് ഈസ് അലൻസ് റൂൾ. ധ്രുവപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ജീവികളുടെ മൂക്ക്, കൈകാലുകൾ തുടങ്ങിയ വാല് തുടങ്ങിയവയെല്ലാം ചെറുതായിട്ടിരിക്കുന്നു. ഇതിനെയാണ് അലൻസ് റൂൾ എന്ന് പറയുന്നത്. അതിൻ്റെ കാരണം അല്ലെങ്കിൽ അത് സർഫസ് ഏരിയ കുറച്ച് ചൂട് നഷ്ടപ്പെടുന്നത് കുറയ്ക്കാനാണ്. ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. വിച്ച് ഈസ് ദ സ്റ്റേബിൾ പോപ്പുലേഷൻ എമംഗ് ദ ഏജ് പിരമിഡ്സ്. സ്റ്റേബിൾ പോപ്പുലേഷൻ ഏതാണ്? അത് ചിത്രം തരും, എന്നിട്ട് അതിൽ നിന്ന് എഴുതാനായിരിക്കും തരിക. സ്റ്റേബിൾ പോപ്പുലേഷൻ്റെ ഷേപ്പ് ഓർത്തിരിക്കുക, ബെൽ ഷേപ്ഡ് പിരമിഡായിരിക്കും. അതെന്തുകൊണ്ടാണെന്നും ഓർത്തിരിക്കുക. താഴെ തട്ടിൽ പ്രീ റീപ്രൊഡക്റ്റീവ് ഇൻഡിവിജ്വൽസും ധാരാളമായി ഉള്ളതുകൊണ്ടാണ് സ്റ്റേബിൾ പോപ്പുലേഷൻ ഏജ് പിരമിഡുകൾ ആ ഒരു
ബെൽ ഷേപ്പിൽ കാണപ്പെടുന്നത്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് പോപ്പുലേഷൻ ഡെൻസിറ്റി? എന്താണ് ജനസാന്ദ്രത എന്ന് അതിൻ്റെ ഡെഫിനിഷനും അതെങ്ങനെയാണ് കണ്ടെത്തുന്നത് എന്നും മനസ്സിലാക്കി വയ്ക്കുക.